കൂലി. ലോകേഷ് കനകരാജ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനിയുടെ കൂലി. സംഭവം സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ലോകി യൂണിവേഴ്സിലെ ഏറ്റവും മോശം ഒരു കണ്ടുമടുത്ത റിവെഞ്ച് സ്റ്റോറി, കണ്ടുമടുത്തിട്ടുള്ള സ്ഥിരം റിവെഞ്ച് സ്റ്റോറി. അല്ലാതെ ഇതിനകത്ത് ഒരു പുണ്ണാക്കില്ല. നമ്മൾ കണ്ടിട്ടുള്ള റിവെഞ്ച് സ്റ്റോറി, തമിഴ് റിവെഞ്ച് സ്റ്റോറി എന്തായിരിക്കും? അത് തന്നെ സംഭവം. പിന്നെ പാസം പറയേണ്ട ആവശ്യമില്ല. ലോകിയുടെ ഒരു സിനിമയിൽ പാസ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിനകത്ത് പാസം കൊണ്ട് മെഴുകിയിരിക്കുക, ഒരു രക്ഷയില്ലാത്ത മെഴുകൽ. പിന്നെ ഇതിനകത്തൊരു പോസിറ്റീവ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി ഇതിന്റെ BGM സ്കോറിങ്ങുമാണ്. അതൊക്കെ അനിയണ്ണൻ പൊളിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി BGM എല്ലാം ഇഷ്ടപ്പെട്ടു. നമ്മളെ ഇച്ചിരി നേരമെങ്കിലും ഉറക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് BGM മാത്രമായിരിക്കും. BGMന്റെ സ്കോറും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഉറങ്ങാതിരുന്നിട്ടുള്ളത്. പിന്നെ സൗബിൻ, എബൌട്ട് ദ സൂപ്പർ സ്റ്റാർസിൽ കുറെ പേരുണ്ടല്ലോ, എല്ലാവരും അവർക്ക് കൊടുത്തിട്ടുള്ള റോൾ അവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ നമുക്കൊരു ഇമ്പാക്റ്റ് തോന്നണ്ടേ, ആ ഒരു സംഭവം ഇല്ല. അതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ നല്ല സ്ക്രിപ്റ്റ് ഇല്ല, അത് തന്നെയാണ്. പിന്നെ ഇതിനകത്തൊരു മെയിൻ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, അത് സ്പോയിലറും കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം, അമീർ ഖാനാണ്. പുള്ളി എന്തിനാണ് ഈ സിനിമയിൽ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി അങ്ങോട്ട് ഞാൻ വരാം. അതിന് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സൗബിൻ, നാഗാർജുന അവരുടെ എല്ലാം പെർഫോമൻസ് ടോപ്പ് ആയിരുന്നു. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, പുള്ളി കത്തറിയിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു ഇമ്പാക്റ്റ് വേണ്ടേ, അതില്ല. അലിയുടെ സ്കോർ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ലാഗ്, ചുമ്മാ വലിച്ചു നീട്ടി പാസം കാണിക്കും. സെക്കൻഡ് ഹാഫും അതുപോലൊക്കെ തന്നെ. പിന്നെ ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ പഞ്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പേട്ടാ തുടങ്ങി, ഇനി ഇപ്പൊ സീനായിരിക്കും, സെക്കൻഡ് ഹാഫ് പൊളിക്കും. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേ പിന്നെ അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. പാസം കൊണ്ടങ്ങ് മെഴുകുക. കൂട്ടുകാരൻ പാസം കേട്ടോ അതിനകത്ത്, പെങ്ങൾ പാസം, അമ്മ പാസം അതൊന്നും അല്ല, ഇപ്പൊ കൂട്ടുകാരൻ പാസം. ഞാൻ പറഞ്ഞു, ലോകിയുടെ സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു പാസം പടം ഞാൻ വിചാരിച്ചില്ല. ലോകിയുടെ കരിയർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ സിനിമകളും ഇൻക്ലൂഡിങ് ലിയോ വരെ ഓക്കെ നല്ലൊരു സിനിമ തന്നെ ആയിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് വേസ്റ്റ് സിനിമ എന്ന് ഞാൻ പറയും. ഇതുപോലൊരു കൂതറ പടം, അതിനുവേണ്ടി രാവിലെ 6 മണിക്ക് എണ്ണീറ്റ് പോയല്ലോ ഞാൻ ആലോചിക്കുന്നത്. ഉറക്കം കളഞ്ഞ് രാവിലെ എണ്ണീറ്റ് പോയി പടം കണ്ടേ, അവിടെ നിന്നിട്ട് ഞാൻ കുറച്ചു നേരം ഉറങ്ങി സിനിമ കണ്ടിട്ട്. നമ്മുടെ അമീർ ഖാൻ പുള്ളിയെ കൊണ്ടുവന്നൊരുമാതിരി കോമാളി കളിപ്പിച്ചെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പുള്ളിക്ക് ഒരു റോളും ഇല്ല, ചുമ്മാ വന്നൊരു ലോകേഷിന്റെയും സൂപ്പർ സ്റ്റാർ എൻ്റെ ഒക്കെ ഇതുള്ളതുകൊണ്ടായിരിക്കും പുള്ളി വന്നത്. ഒരു ബീഡി വലിക്കാനാണ് പുള്ളി അവിടുന്ന് ഇവിടെ വരെ വന്നത്, അതാണ് പുള്ളിയുടെ റോൾ, അത്രേ ഉള്ളു അതിനകത്ത്. പിന്നെ ഇത് പഴയൊരു സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ നമുക്ക് വേണം ചിന്തിക്കാം. ഞാൻ പറഞ്ഞിട്ട് ലോകേഷിന് രജനി സാറിനെ വെച്ച് ഒരു സിനിമ വേണമായിരുന്നു, അതിന് വേണ്ടി തട്ടിക്കൂട്ടിയൊരു പടം, അതാണ് കൂലി. ഇത് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നുമില്ല, കഥയെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. മേക്കിംഗ് ലോകേഷിന്റെ സ്ഥിരം സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ അനിയുടെ സ്കോറിങ് സൂപ്പർ ആയിരുന്നു, അടിപൊളി സാധനം. പക്ഷെ ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇമ്പാക്റ്റ് ഇല്ലാതെ കണ്ടിട്ട് എന്തോ സ്കോർ ഉണ്ടായിട്ട് എന്തോ കാര്യം, അത്രേ ഉള്ളപ്പോൾ. അപ്പോൾ പടത്തിനെ പറ്റി ഇത്രയാണ്. റിവ്യൂ ഒക്കെ പറയണം, ഞാൻ എല്ലാവരോടും തിയേറ്ററിൽ പോയി ഫസ്റ്റ് വാച്ച് ഒന്നും ഒരിക്കലും പറയത്തില്ല. ഫോണിൽ വരുമ്പോഴായാലും കാണാനുള്ളതേ ഉള്ളൂ. ഇത് ഒരു 5-ൽ 2.7 ഒക്കെ കൊടുക്കാം, അത്രേ ഉള്ളൂ. വേസ്റ്റ് പടം, ലോകിയുടെ കരിയറിലെ വേസ്റ്റ് പടം ചില്ല ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ബൈ.